കൊങ്കണി സമുദായക്കാരുടെ റൊൺടോസോ ദാളി തോയ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് കാണാം. ആവശ്യത്തിന് അരിപ്പൊടി എടുക്കുക, അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം, ആവശ്യത്തിന് ഉപ്പിട്ട് തിളപ്പിച്ച നല്ല തിളച്ച വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മയത്തിൽ കുഴച്ചെടുക്കുക. ഇതുപോലെ ഇങ്ങനെ മാവ് തയ്യാറാക്കി വയ്ക്കുക. തയ്യാറാക്കിയ മാവ് കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി ഇതുപോലെ ശുദ്ധമായൊരു പ്ലാസ്റ്റിക് കഷ്ണോ അല്ലെങ്കിൽ വാഴയിലോ എടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഇതുപോലെ തൂക്കുക. അതിനുശേഷം തയ്യാറാക്കി വെച്ച മാവിൽ നിന്ന് അല്പാൽപമായിട്ട് എടുത്ത് ഉരുളകളാക്കി ഇതുപോലൊരു പാത്രത്തിൻ്റെ താഴ്ഭാഗം കൊണ്ട് അമർത്തി റൗണ്ട് ഷേപ്പിൽ തയ്യാറാക്കി എടുക്കുക. ഏത് വലുപ്പത്തിൽ വേണോ അതിനനുസരിച്ചിട്ടുള്ള പാത്രം എടുക്കുക. ഇങ്ങനെ കനം കുറഞ്ഞ് പൂരി ഷേപ്പിൽ തയ്യാറാക്കി എടുക്കുക. നല്ല തിളച്ച വെളിച്ചെണ്ണയിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വറുത്ത് പോരാം. ഇങ്ങനെ ഓരോന്നിട്ട് കൊടുത്ത് മുകൾ വശത്ത് കുറേശ്ശെ ഇങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പൊങ്ങി വരുമ്പോൾ മറുവശം കൂടെ മറിച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കുക. അങ്ങനെ സ്വാദിഷ്ടമായ റൊൺടോസോ റെഡി. ഇത് കൊങ്കണി അഥവാ GSP സമുദായക്കാരുടെ ഒരു ട്രഡീഷണൽ വിഭവമാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ രാത്രി അത്താഴത്തിനോ കഴിക്കാൻ പറ്റിയ സ്വാദിഷ്ടമായൊരു വിഭവം. ഇത് കഴിക്കേണ്ടത് മൈൽഡ് സ്പൈസി ആയ ദാളി തോയ എന്ന് പറയുന്ന ദാൽ കറി ചേർത്തിട്ടാണ്. ഈ ദാൽ കറിയുടെ റെസിപ്പി നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. ഒരു വേറിട്ട സ്വാദുള്ളൊരു വിഭവം. ഇനി ഇത് കഴിക്കേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഈ റൊൺടോസോ ഇതുപോലൊരു പ്ലേറ്റിൽ നിരത്തി വയ്ക്കുക. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ദാൽ കറി ഒഴിക്കുക. ഒന്ന് കുതിർന്നതിന് ശേഷം കഴിക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.